എന്തൊക്കെ സംഭവിച്ചാലും ഒരാളല്ലെങ്കിൽ ഗോളടിക്കാൻ മറ്റൊരാളുണ്ട്, ഒരാളല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ മറ്റൊരാളുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഫ്രാൻസ് കാണിച്ചത്. ഉസ്മാൻ ഡെംബലേൻ്റെ എണ്ണം പറഞ്ഞ 3 ഗോളും ദിസേ ഡ്യൂഡിൻ്റെ 1 ഗോളും. മത്സരം നോർവേ തോറ്റു. പ്രധാനപ്പെട്ട കളിക്കാരില്ലാതെ 10ഓളം ആളുകളെ മാറ്റിയിട്ട്, ഒഡേഗാർഡും ഹാളണ്ടും അടക്കം 10ഓളം ആളുകളെ മാറ്റിയിട്ടാണ് നോർവേ കളിച്ചത്. അതൊരു പക്ഷേ വരുന്ന റൗണ്ടുകളിൽ അവരുടെ ഈ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആകെ 2 ഗോളുകളാണ് വാങ്ങിയത്. അതവിടെ നിൽക്കട്ടെ, മുന്നേറ്റ നിരയിലുള്ള എല്ലാ പ്ലേയേഴ്സും അവർ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, ഗോളടിച്ചു, അസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഉസ്മാൻ ഡെംബലെ 4 ഗോളടിച്ചു, കിലിയൻ എംബാപ്പെ 4 ഗോളടിച്ചു, ബാർക്കോൾ 1 ഗോളടിച്ചു, അതുപോലെ തന്നെ ദിസേ ഡ്യൂഡെ 1 ഗോളടിച്ചു. പിന്നെ ബാക്കിയുള്ളത് ഒലീസയാണെങ്കിൽ മത്സരത്തിൽ വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 അസിസ്റ്റുകൾ ഈ റൗണ്ട് ഓഫ് 48 അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഫ്രാൻസ് തരുന്ന വാണിംഗ് ഇതാണ്: നിങ്ങൾ കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞോളൂ, എണ്ണമെടുത്ത് വിശദീകരിക്കുകയൊക്കെ ചെയ്തോളൂ, പക്ഷേ കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല മുന്നേറ്റ നിര ഞങ്ങളാണ്. ഇനി ആരൊക്കെ എതിര് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരാളല്ലെങ്കിൽ ഗോളടിക്കാൻ മറ്റൊരാളുണ്ട്, ഒരാളല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ മറ്റൊരാളുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഫ്രാൻസ് കാണിച്ചത്. സോ സാധ്യതകളൊക്കെ വിലയിരുത്തുന്നതിൻ്റെ കൂടെ ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിരയെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോളൂ.